കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ അന്വേഷണ ചുമതല CBI ഏറ്റെടുത്തിരിക്കുകയാണ്. അതിക്രൂരമായ സംഭവം അരങ്ങേറിയിട്ടും അതിനെ മൂടിവെക്കാനും അന്വേഷണം അട്ടിമറിക്കാനും പോലീസും ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ സർക്കാരും ചേർന്ന് ശ്രമിക്കുകയാണ് ഉണ്ടായത്. അത് ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്? CBI അന്വേഷണം ഏതൊക്കെ പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും? ഈ സംഭവത്തിന് പിന്നിൽ ഇപ്പോൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ കൊൽക്കത്ത സർക്കാർ വാദിക്കുന്നത് പോലെ ഒരാൾ മാത്രമായിരിക്കുമോ? കോടതി ആശങ്കപ്പെട്ടതുപോലെ തെളിവുകൾ നശിക്കപ്പെട്ടിട്ടുണ്ടാകുമോ? മാധ്യമങ്ങൾ ഈ വാർത്തയെ അവഗണിക്കുകയാണോ? എങ്കിൽ അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് മമതാ ബാനർജി സർക്കാരിനെ ആണോ? പരിശോധിക്കാം വിശദമായി. ഞാൻ ലിയോ. കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനി അതിക്രൂരമായാണ് ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ടത്. എന്നിട്ടും പോലീസും സർക്കാരും കോളേജ് മാനേജ്മെൻറ്റും സത്യം മറച്ചുവെക്കാനും അന്വേഷണം അട്ടിമറിക്കാനുമാണ് ശ്രമിച്ചത്. ഇങ്ങനെ പറയാൻ കാരണമെന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പറയാം. ആദ്യം എന്താണ് നടന്നത് എന്നത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം നമുക്ക്. കഴിഞ്ഞ വെള്ളിയാഴ്ച വെളുപ്പിനാണ് കൃത്യം നടന്നത് എന്നാണ് കരുതുന്നത്. വ്യാഴാഴ്ചത്തെ ജോലി കഴിഞ്ഞ് അർദ്ധരാത്രിക്ക് ശേഷം ആക്രമണത്തിന് ഇരയായ PG ഡോക്ടറും 4 സഹപ്രവർത്തകരും ചേർന്ന് ആഹാരം ഓർഡർ ചെയ്ത് സെമിനാർ ഹാളിൽ വെച്ച് അത് കഴിക്കുന്നു. സഹപ്രവർത്തകർ അതിനുശേഷം ഡ്യൂട്ടിക്ക് പോകുന്നു. ശേഷം പിന്നീട് ആക്രമണത്തിന് ഇരയായ PG ഡോക്ടർ അവിടെ തന്നെ തുടരുന്നു. ഡ്യൂട്ടി കൈമാറ്റത്തിന് ശേഷം പഠനമായിരുന്നു ലക്ഷ്യം. ഈ ഡോക്ടർമാരുടെയൊക്കെ തന്നെ ഒരു വിശ്രമ സ്ഥലമാണ് ഈ സെമിനാർ ഹാൾ. അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുക, വിശ്രമിക്കുക അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു അവർ. വെളുപ്പിന് 2 മണി വരെ ആശുപത്രിയിലെ സ്റ്റാഫ് ആയ ഒരു വ്യക്തി അവിടെ വന്ന് ഒരു രോഗിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സെമിനാർ ഹാളിലെത്തി ഈ ഡോക്ടറോട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോഴും ഡോക്ടർക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ളതാണ്. മറ്റൊന്ന്, പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം വെളുപ്പിന് 2:35 ഈ ഡോക്ടറുടെ കസിൻ്റെ മെസ്സേജിന് ഡോക്ടർ മറുപടി നൽകുന്നുണ്ട്. അതായത് അതുവരെയും കാര്യങ്ങൾ നോർമലായിരുന്നു. 3 മണിക്ക് മുൻപ് ഡോക്ടർ ചുവന്ന ബ്ലാങ്കറ്റ് മൂടി ഉറങ്ങുന്നത് ഒരു ആശുപത്രി സ്റ്റാഫ് കണ്ടു. അപ്പോൾ അതിനുശേഷമായിരിക്കാം ആക്രമണം നടന്നത് എന്നാണ് കരുതുന്നത്. രാവിലെ 7:30 സെമിനാർ ഹാളിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഡോക്ടറുടെ അർദ്ധനഗ്നമായ മൃതശരീരം ആശുപത്രി സ്റ്റാഫ് കണ്ടത്. ഇതിനുശേഷം നടന്നതെല്ലാം സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. അതെന്തൊക്കെയെന്ന് പറയാം. രാവിലെ 10:53 ആശുപത്രി അധികൃതർ ഡോക്ടറുടെ മാതാപിതാക്കളെ വിവരമറിയിക്കുന്നത്. അതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമായിരുന്നു. ആശുപത്രി അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് വിളിച്ചത്. ആദ്യം സുഖമില്ല എന്ന് പറഞ്ഞു. 22 മിനിറ്റിന് ശേഷം വീണ്ടും വിളിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കുക, എന്തൊരു വൈരുദ്ധ്യമാണ് ഈ സമീപനത്തിൽ നിന്ന്. അറിഞ്ഞയുടൻ ആശുപത്രിയിൽ എത്തിയ ഇവരെ മകളുടെ മൃതദേഹം കാണിക്കുവാൻ 3 മണിക്കൂർ കഴിഞ്ഞാണ് അനുവദിച്ചത്. ഇത് ഈ മാതാപിതാക്കൾ തന്നെ പറയുന്ന പരാതിയിലുണ്ട്. ഇത് ബോധപൂർവമായിരുന്നു എന്നും ഇതിൽ ദുരൂഹതയുണ്ട് എന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. കൂടാതെ ചോരയൊലിക്കുന്ന മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു എന്നും അവർ പറയുന്നു. അത് അവർ കണ്ടതാണ്. കൂട്ടബലാത്സംഗമാണ് എന്ന് സംശയിക്കുന്നതായി മാതാപിതാക്കൾ കോടതിയോട് പറഞ്ഞു. എന്നാൽ ഈ ആരോപണങ്ങൾ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ തന്നെ നിഷേധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത്രയും ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകും വിധത്തിൽ കൊലപാതകം നടന്നിട്ടും അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മറ്റൊന്ന്, കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകിയില്ല എന്നതാണ്. ഈ കോളേജിൻ്റെ അധികാരി തീർച്ചയായും ഇത് പോലീസിൽ പരാതിപ്പെടേണ്ടതാണ്. എന്നാൽ കോളേജ് പ്രിൻസിപ്പൽ ഇത് പരാതിപ്പെട്ടില്ല. ഈ 2 കാര്യങ്ങളും ഞെട്ടിക്കുന്നതാണ് എന്ന് കൊൽക്കത്ത ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കോളേജ് അധികൃതരും പോലീസും ഇരയ്ക്കും കുടുംബത്തിനും ഒപ്പമല്ല എന്ന് വ്യക്തമായി എന്നും കോടതി പരസ്യമായി തന്നെ പറഞ്ഞു. അവസാനിക്കുന്നില്ല. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചുവെങ്കിലും 12 മണിക്കൂറിനകം കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായി സർക്കാർ അയാളെ നിയമിച്ചു. ഇത് അതീവ ഗൗരവതരമായ വിഷയമാണ് എന്ന് കോടതി വ്യക്തമാക്കി. അതായത് സർക്കാരിന് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് ഈ ഡോക്ടർ ഘോഷ്. അയാളെ ഒരു കാരണവശാലും സംശയത്തിൻ്റെ നിഴലിലേക്ക് ഇട്ടുകൊടുക്കാൻ തയ്യാറല്ല. അയാളെ സപ്പോർട്ട് ചെയ്ത് സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രിൻസിപ്പലിനെ സർക്കാർ ജോലിയിൽ നിന്നും മാറ്റിയത്. ഇയാളിനി വീട്ടിലിരിക്കട്ടെ എന്ന് കോടതി പറയുകയായിരുന്നു. അതിനുശേഷം മാത്രമാണ് സർക്കാരിന് ബോധമുദിച്ചത്. അല്ലെങ്കിൽ സർക്കാർ നടിച്ചിരുന്ന ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. കേസ് അന്വേഷണത്തിന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി 5 ദിവസത്തെ സമയം പോലീസിന് നൽകി. 5 ദിവസത്തിനകം ഇതിനുള്ള എല്ലാവരെയും പിടിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ വെള്ളിയാഴ്ച രാവിലെ
പോലീസ് സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയറെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങളും ഷൂസിൽ പുരണ്ടിരുന്ന രക്തക്കറയും ബ്ലൂടൂത്തും ആണ് തെളിവെന്ന് പോലീസ് പറഞ്ഞു. ഇയാളുടെ ബ്ലൂടൂത്ത് അവിടെ നിന്ന് കണ്ടെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ മാതാപിതാക്കൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. പൊതു താൽപ്പര്യ ഹർജിയും ഇതേ ആവശ്യം ഉന്നയിച്ചു. തുടർന്ന് കോടതി ഇടപെട്ട് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ 5 ദിവസം വരെ കാത്തു നിൽക്കാൻ കോടതി തയ്യാറായില്ല. അങ്ങനെ കാത്തുനിന്നാൽ സമയം വൈകും തോറും അത് നിർണായകമാണ് എന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. അത് കോടതിയിൽ പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. അധികാരികൾ ഇരയ്ക്കും മാതാപിതാക്കൾക്കും ഒപ്പമല്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആയിരുന്നു കോടതി അത്തരം ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അത് നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കോളേജ് പ്രിൻസിപ്പലിനെ സംരക്ഷിക്കുന്നു? അയാൾ സത്യം പറയട്ടെ എന്നും കോടതി പറഞ്ഞു. ഇത് മമതാ സർക്കാരിന് കനത്ത തിരിച്ചടിയായെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി എന്തൊക്കെ ആയിരിക്കും CBI പ്രധാനമായി അന്വേഷിക്കുക എന്ന് നോക്കാം നമുക്ക്. ഈ രംഗത്തെ വിദഗ്ധർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണിത്. 1, കൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ? 2, കസ്റ്റഡിയിലുള്ള സഞ്ജയ് റോയ് വെറും ഒരു സിവിക് വോളണ്ടിയർ മാത്രമാണോ? 3, സംഭവത്തിന് ശേഷം തെളിവ് നശിപ്പിച്ചോ? 4, എന്തുകൊണ്ട് കൊലപാതകം ആദ്യം ആത്മഹത്യ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? 5, കൃത്യത്തിൽ ആശുപത്രി മാനേജ്മെൻറ്റിനും പങ്കുണ്ടോ? 6, പോലീസിൽ പരാതിപ്പെടാൻ വൈകിയത് എന്തുകൊണ്ടാണ്? ഇക്കാര്യങ്ങളിൽ CBI അന്വേഷണം നടത്തട്ടെ. ഇരയുടെ ശരീരത്തിൽ കാണപ്പെട്ട മുറിവ് അതിക്രൂരമായിരുന്നു. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇരയുടെ ശരീരത്തിൽ കാണപ്പെട്ട മുറിവുകളുടെ ക്രൂരത കോടതിയും എടുത്തു പറഞ്ഞു. കണ്ണുകളിലും വായിലും ജനനേന്ദ്രിയത്തിലും ഇടത് കാലിലും കഴുത്തിലും വലത് കണ്ണിലും മോതിരവിരലിലും ചുണ്ടുകളിലും മുറിവേറ്റു. കണ്ണിൽ ചില്ല് കഷ്ണം തുളച്ചു കയറിയിരുന്നു. മുഖത്തും തലയിലും മുറിവുണ്ടായിരുന്നു. തല ചുമരിൽ ഇടിപ്പിച്ചതിൻ്റെ മുറിവാണ് ഇത് എന്ന് കരുതുന്നു. ബലാത്സംഗത്തെ ചെറുക്കുന്നതിനിടയിൽ സംഭവിച്ചതാകാം ഈ മുറിവുകൾ. ബലാത്സംഗത്തെ വളരെ ശക്തമായി ഡോക്ടർ എതിർത്തു. എന്തായാലും മുറിവുകൾ ഏറ്റപ്പോൾ ഇരയ്ക്ക് ജീവനുണ്ടായിരുന്നു. അതിക്രൂരമായി ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ശേഷം ഇരയെ കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. വെളുപ്പിന് 3-നും 5-നും ഇടയിലായിരുന്നു കൊല നടന്നത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏറ്റ മുറിവുകളുടെ ആഴവും എണ്ണവും സ്വഭാവവും കണക്കിലെടുക്കുമ്പോൾ കൂട്ടബലാത്സംഗമാണ് സംഭവിച്ചത് എന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയോട് പറഞ്ഞു. എന്നാൽ കൂടുതൽ പേർ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് അപ്പോൾ തന്നെ സർക്കാർ അഭിഭാഷകൻ മറുപടി പറയുന്നു, അങ്ങനെ ഉണ്ടായിട്ടില്ല. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ പരിക്കുകളുടെയൊക്കെ സ്വഭാവം മാറുമായിരുന്നു, ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഈ അഭിഭാഷകനിലൂടെ കോടതിയിൽ വാദിച്ചത്. അതായത് ഇത് സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയർ മാത്രം ഉൾപ്പെട്ട കൃത്യം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. CBI അന്വേഷണത്തിൽ ഇതെല്ലാം വെളിച്ചത്തിൽ വരുമോ? അതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഒരു വളരെ സുപ്രധാനമായൊരു പോർഷനുണ്ട് ഈ അന്വേഷണം. എല്ലാ കൃത്യങ്ങളും നടന്നതിന് ശേഷമുള്ള അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെളിവുകൾ തന്നെയാണ്. ഈ തെളിവ് നശിപ്പിക്കുവാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ CBI ഇരുട്ടിൽ തപ്പും. അപ്പോൾ ഈ വിഷയം നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് അന്വേഷണ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന്, സഞ്ജയ് റോയ് എന്ന വ്യക്തി ചില്ലറക്കാരനല്ല എന്ന കാര്യവും അറിവായിട്ടുണ്ട്. കൊൽക്കത്ത പോലീസിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ലിൽ 2019 ചേർന്നു. ഇവർക്ക് നിയമപരമായ നടപടികളിലേക്കൊന്നും കടക്കാൻ സാധിക്കില്ല. ഈ വോളണ്ടിയർഷിപ്പ് മാത്രമാണുള്ളത്. തുടർന്ന് ഉന്നതരെ സ്വാധീനിച്ച് കൊൽക്കത്ത പോലീസിൻ്റെ വെൽഫെയർ സെല്ലിൽ കയറിപ്പറ്റി. കൊൽക്കത്ത പോലീസിൻ്റെ 4ാം ബറ്റാലിയൻ്റെ സൗകര്യങ്ങൾ ഇയാൾ പ്രയോജനപ്പെടുത്തി. RG കാർ ആശുപത്രിയിൽ ഡ്യൂട്ടി തരപ്പെടുത്തിയതും ഇങ്ങനെയാണ്. ആശുപത്രിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇയാൾക്ക് പ്രവേശനമുണ്ടായിരുന്നു, എപ്പോൾ വേണമെങ്കിലും. മറ്റൊരു രസകരമായ കാര്യം, കൊൽക്കത്ത പോലീസ് വെൽഫെയർ ബോർഡിൻ്റെ 14 അംഗ സെൻട്രൽ കമ്മിറ്റിയിലും ഇയാൾ അംഗമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ വരെ ഈ സമിതിക്ക് കഴിയുമായിരുന്നു. ഏതാനും ആഴ്ച മുൻപ് ഒരു വനിതാ ഡോക്ടറോട് മോശമായി പെരുമാറിയതിന് ഇയാൾക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. പലപ്പോഴും രോഗികളോടും കൂട്ടിരിപ്പുകാരോടും കൈക്കൂലി മേടിക്കുന്ന സ്വഭാവവും ഇയാൾക്കുണ്ടായിരുന്നു. ഇത്രയും പരാതികൾ ഉണ്ടായിട്ടും ഇയാൾക്കെതിരെ ഒരു നടപടിയും ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതെ പോലീസ് ഇത്തരത്തിൽ അന്വേഷണം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കില്ല എന്നാണ് പലരും പറയുന്നത്. അറസ്റ്റിലായ സഞ്ജയ് റോയ്ക്ക് തൃണമൂൽ കോൺഗ്രസിലെ ഉന്നതരുമായി ബന്ധമുണ്ടാകാം എന്ന സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. തൃണമൂൽ ബന്ധം പുറത്തു വരാതിരിക്കാൻ
അന്വേഷണം വഴിതെറ്റിക്കുവാൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ബംഗാളിൽ മുൻപ് CPM ഭരണകാലത്ത് CPMഉം അവരുടെ ഗുണ്ടകളുമാണ് ഭരണം നിർവഹിച്ചിരുന്നത്. ഇപ്പോൾ തൃണമൂലും അവരുടെ ഗുണ്ടകളും നടത്തുന്നു. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ പരക്കെ ഉയരുന്ന ആരോപണമാണ്. ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ പതിഞ്ഞ സമീപനവും ശ്രദ്ധേയമാണ്. കാരണം ഇത്തരത്തിൽ ഒരു സംഭവം വരുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ അഗ്രസീവായിട്ടുള്ളൊരു അപ്രോച്ച് പലപ്പോഴും മാധ്യമങ്ങൾ സ്വീകരിക്കാറ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ പതിഞ്ഞ സമീപനമാണ് സ്വീകരിച്ചത്. കൂടാതെ സാംസ്കാരിക പ്രവർത്തകരും ഇക്കാര്യത്തിൽ കാര്യമായ പ്രതിഷേധമോ മെഴുകുതിരി കത്തിക്കലോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇത് ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ആണ് നടന്നത് എങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹീനകൃത്യങ്ങളെ രാഷ്ട്രീയം നോക്കാതെ എതിർക്കണം. അന്വേഷണം നിഷ്പക്ഷമായി നടത്താനുള്ള സൗകര്യവും ഉണ്ടാകണം. ഇല്ലെങ്കിൽ അരാജകത്വം നടമാടും.